കംഫോർട്ട് സോണിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. കംഫോർട്ട് സോണിലിരിക്കുന്നവർ, അതായത് സുഖമായിട്ട് ജീവിക്കണമെന്ന വല്ല ആഗ്രഹത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ചില ഒരു വീട്ടമ്മമാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ചിലവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ഭർത്താവിനൊരു വരുമാനം കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാനൊരു ജോലിയൊക്കെ നോക്കുന്നത്, എനിക്ക് എന്തിനാണ് വരുമാനം, ഇനിയൊരു വരുമാനമൊക്കെ എനിക്ക് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദ്യം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഇത് ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിക്കുന്ന കുട്ടികളും പറയും, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അവരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാനൊരു ഓൺലൈനായിട്ട് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങളെ തന്നെ സ്വയം ചോദ്യം ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ഭർത്താവ് എനിക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നുണ്ട്, ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഭർത്താവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ വരുന്ന ആ ഒരു സമയം കുടുംബത്തിൻ്റെ മൊത്തം എല്ലാ കാര്യങ്ങളും തകരും അല്ലേ. ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ആ ഒരു തകർച്ച എന്ന് പറയുന്നത് അവിടെ തീരെയും വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ സ്വയം ഒരു വരുമാനം വേണം എന്നുള്ളത്. പിന്നെ പറയും, നിങ്ങളിപ്പോൾ പറയുന്നുണ്ട്, അതായത് ഭർത്താവിൻ്റെ കയ്യിൽ വരുമാനം ഉള്ളപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ വർക്കൊക്കെ നോക്കുന്നത്, ഒരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ. ഒരു നേരം ഒരു ഭർത്താവിൻ്റെ പെരുന്നാൾ വരെ, അല്ലെങ്കിൽ മക്കളുടെ ജന്മദിനം വരെ, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഭർത്താവിന് തന്നെ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചും ഞാനും ആ ഒരു അവസ്ഥയൊക്കെ കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് സന്തോഷം തരുമോ ചോദിച്ചാൽ ഒരിക്കലും സന്തോഷം തരില്ല. പക്ഷേ ആ തരുന്ന വ്യക്തി ഒരു നേരം പറഞ്ഞു കാണിക്കും, എൻ്റെ പൈസ കൊണ്ട് മേടിച്ച് തന്ന ഗിഫ്റ്റ് അല്ലേ. ഇതൊക്കെ ഞാൻ ഒരുപാട് നേരിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവിന്, എനിക്കൊരു വരുമാനം ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭർത്താവിന് ഞാൻ ഒരു ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ്, അപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ പൈസ കൊണ്ട് മേടിച്ച് തന്നതല്ലേ എന്ന്. ഇതിലെന്താണ് സർപ്രൈസ് ആയിട്ടുള്ളത് എന്നുള്ളത് ഒരു ചോദ്യം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു. അന്ന് മനസ്സിലാക്കി, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കൂടെ ഉള്ള എല്ലാവരുടെയും ആഗ്രഹങ്ങളും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും കേട്ടോ, നമ്മുടെ കയ്യിലുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയാണ്ട് ഇനിയും ഈ ജീവിതകാലം മൊത്തം അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ കാലം കടന്നു പോകും, നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാവരും കടന്നു പോകും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടത് മാത്രം വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈനായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എത്ര പേര് ഈ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.